യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 59. രക്ഷയ്ക്ക് തടസ്സം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല. സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല. അവർ പൊള്ളയായ വാഗ്ദങ്ങളിൽ ആശ്രയിക്കുകയും നുണ പറയുകയും ചെയ്യുന്നു. അവർ തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു. അവർ അണലിമുട്ടയിന്മേൽ അടയിരിക്കുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. അവയുടെ മുട്ട തിന്നുന്നവർ മരിക്കും. മുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല. അവരുണ്ടാക്കിയത് മനുഷ്യർക്ക് പുതയ്ക്കാനാവില്ല. അവർ പ്രവർത്തിക്കുന്നത് അകൃത്യമാണ്. അവരുടെ കരങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നു. അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് കുതിക്കുന്നു. നിരപരാധരുടെ രക്തം ചൊരിയുന്നതിന് അവർ വെമ്പൽ കൊള്ളുന്നു. അവർ അകൃത്യം നനയ്ക്കുന്നു. ശൂന്യതയും നാശവുമാണ് അവരുടെ പെരുവഴികളിൽ. സമാധാനത്തിൻ്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ്. അവരുടെ വഴികളിൽ നീതി അശേഷമില്ല. അവർ തങ്ങളുടെ മാർഗങ്ങൾ വക്രമാക്കി. അതിൽ ചരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുകയില്ല. നീതി ഞങ്ങളിൽ നിന്ന് വിദൂരത്താണ്. ന്യായം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങൾ പ്രകാശം തേടുന്നു, എന്നാൽ എങ്ങും അന്ധകാരം. ദീപ്തി അന്വേഷിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ മാർഗം നിഴൽ മൂടിയിരിക്കുന്നു. അന്ധരെ പോലെ ഞങ്ങൾ ചുമര് തപ്പി നടക്കുന്നു. കണ്ണില്ലാത്തവരെ പോലെ ഞങ്ങൾ തപ്പിത്തടയുന്നു. അരണ്ട വെളിച്ചത്തിലെന്ന പോലെ മധ്യാഹ്നത്തിൽ ഞങ്ങൾക്ക് കാലിടറുന്നു. ഊർജ്ജസ്വലരുടെ ഇടയിൽ ഞങ്ങൾ മൃതപ്രായരാണ്. ഞങ്ങൾ കരടികളെപ്പോലെ മുരളുകയും പ്രാവുകളെപ്പോലെ കുറുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, എന്നാൽ ലഭിക്കുന്നില്ല. രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്നു, അത് വിദൂരത്താണ്. ഞങ്ങളുടെ അതിക്രമങ്ങൾ അങ്ങയുടെ മുൻപിൽ വർദ്ധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ തിന്മ പ്രവർത്തിക്കുന്നു, കർത്താവിനെ നിഷേധിക്കുന്നു, ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നു. മർദ്ദനവും കലഹവും പ്രസംഗിക്കുകയും വഞ്ചന നിരൂപിക്കുകയും പറയുകയും ചെയ്യുന്നു. നീതി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. ന്യായം വിദൂരത്ത് നിൽക്കുന്നു. സത്യം പൊതുസ്ഥലങ്ങളിൽ വീണടിയുന്നു. സത്യസന്ധതയ്ക്ക് അവിടെ പ്രവേശനമില്ല. സത്യം ഇല്ലാതായിരിക്കുന്നു. തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു. അവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു. അത് അവിടുത്തെ അസന്തുഷ്ടനാക്കി. അവിടെ ആരുമില്ലെന്ന് അവിടുന്ന് കണ്ടു. ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. സ്വന്തം കരം തന്നെ അവിടുത്തേക്ക് വിജയം നൽകി. സ്വന്തം നീതിയിൽ അവിടുന്ന് ആശ്രയിച്ചു. അവിടുന്ന് നീതിയെ ഉരസ്ത്രാണമാക്കി. രക്ഷയുടെ പടത്തൊപ്പി ശിരസിൽ വെച്ചു. അവിടുന്ന് പ്രതികാരത്തിൻ്റെ വസ്ത്രം ധരിച്ചു. ക്രോധമാകുന്ന മേലങ്കി അണിഞ്ഞു. പ്രവൃത്തികൾക്കനുസൃതമായി കർത്താവ് അവർക്ക് പ്രതിഫലം നൽകും. എതിരാളികൾക്ക് ക്രോധവും ശത്രുക്കൾക്ക് പ്രതികാരവും ലഭിക്കും. തീരദേശങ്ങളോട് അവിടുന്ന് പ്രതികാരം ചെയ്യും. പടിഞ്ഞാറുള്ളവർ കർത്താവിൻ്റെ നാമത്തെയും കിഴക്ക് നിന്നുള്ളവർ അവിടുത്തെ മഹത്വത്തെയും ഭയപ്പെടും. കർത്താവിൻ്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും. കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക്, തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതികളുടെ അടുക്കിലേക്ക് കർത്താവ് രക്ഷകനായി വരും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരി, ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ ജനത തങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് കാരണം ദൈവത്തിൻ്റെ കഴിവുകേടാണെന്ന് കരുതിയ ഒരു സന്ദർഭത്തിലാണ് ഈ 59-ാം അധ്യായം രചിക്കപ്പെട്ടത്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ലെന്നും കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കർണങ്ങൾ മന്ദമായിട്ടില്ലെന്നും പ്രവാചകൻ ജനത്തെ ഓർമ്മിപ്പിക്കുന്നു. ജനത്തിൻ്റെ പാപങ്ങളും അനീതികളുമാണ് ദൈവത്തിനും അവർക്കുമിടയിൽ മതിൽക്കെട്ടുകൾ തീർത്തത് എന്ന സത്യം ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. രാഷ്ട്രീയമായ അനിശ്ചിതാവസ്ഥയിലും സാമൂഹികമായ അധപതനത്തിലും ഉഴലുന്ന യഹൂദരോട് അവരുടെ ആന്തരികമായ മാറ്റത്തിനാണ് ദൈവം മുൻഗണന നൽകുന്നത് എന്ന് യേശയ്യാ പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. തൻ്റെ ജനത്തിൻ്റെ കപടതയും ക്രൂരതയും കണ്ട് നൊമ്പരപ്പെടുന്ന പ്രവാചകൻ്റെ ആത്മീയ ധീരത
ഈ വാക്കുകളിൽ വളരെ പ്രകടമാണ്. അനീതിയും കള്ളവും നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ക്രോധം ഒരു പ്രളയം പോലെ വരുമെന്ന മുന്നറിയിപ്പാണ് ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം. സത്യം തെരുവിൽ തകർന്നു വീഴുമ്പോൾ ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് നീതി നടപ്പിലാക്കാൻ ഒരു യോദ്ധാവിനെ പോലെ എഴുന്നള്ളുന്നു. പ്രവാസാനന്തര കാലഘട്ടത്തിൽ ഈ പ്രവചനം ജനത്തെ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാനും ദൈവത്തിലേക്ക് മടങ്ങാനും പ്രേരിപ്പിക്കുന്നതായിരുന്നു. ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് രക്ഷയുണ്ടാകില്ലെന്നും എന്നാൽ പശ്ചാത്താപത്തോടെ മടങ്ങി വരുന്നവർക്ക് അവിടുന്ന് ഒരു വീണ്ടെടുപ്പുകാരനെ അയക്കുമെന്നും പ്രവാചകൻ ഉറപ്പു നൽകുന്നു. തൻ്റെ വചനം തലമുറകളോളം അവരോടൊപ്പം ഉണ്ടാകും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം ഈ ഭാഗത്തെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. ഇന്നത്തെ ലോകത്തിൽ സത്യവും നീതിയും പലപ്പോഴും വിസ്മരിക്കപ്പെടുമ്പോൾ ഏശയ്യായുടെ വാക്കുകൾ നമുക്കൊരു വലിയ തിരിച്ചറിവാണ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവിക കൃപ ലഭിക്കാത്തതിന് കാരണം നമ്മുടെ തന്നെ തെറ്റായ പ്രവൃത്തികളും സ്വാർത്ഥതയുമാണെന്ന് ഈ അധ്യായം നമ്മെ ബോധ്യപ്പെടുത്തുന്നു, നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ്റെ അടുക്കിലേക്ക്. സാമൂഹികമായ തിന്മകൾക്കെതിരെ മൗനം പാലിക്കാതെ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ ക്രൈസ്തവരായ നിങ്ങളും ഞാനും കടപ്പെട്ടിരിക്കുന്നു. ആധുനിക കാലത്തെ പാപങ്ങൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് സ്വയം ഒന്ന് ആത്മപരിശോധന നടത്താൻ ഈ വചനങ്ങൾ ഇന്ന് വീണ്ടും ദൈവം നൽകിയ ഈ ദിവസത്തിൽ നമ്മെ സഹായിക്കട്ടെ. ഹൃദയ പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ വസിക്കാൻ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നു എന്നത് നാം ഒട്ടും വിസ്മരിക്കരുത്. പ്രിയ ദൈവജനമേ, മിശിഹായുടെ രണ്ടാം വരവിൽ പാപത്തെയും അനീതിയെയും ഇല്ലാതാക്കാൻ അവിടുന്ന് നീതിയുടെ കവചമണിഞ്ഞു വരുമെന്ന് ഈ അധ്യായം നമ്മെ മുൻകൂട്ടി കാണിച്ചു തരുന്നു. അന്ധകാരത്തിൽ കഴിയുന്ന നമുക്ക് പ്രകാശമായി ക്രിസ്തു വരുമ്പോൾ അവിടുത്തെ സ്വീകരിക്കാൻ നാം ഓരോരുത്തരും വിശുദ്ധിയിൽ ഒരുങ്ങിയിരിക്കണം. കർത്താവിൻ്റെ ഉടമ്പടി ഇന്നും നിലനിൽക്കുന്നുവെന്ന സത്യം വരാനിരിക്കുന്ന മഹത്വത്തിൽ പങ്കുചേരാൻ നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലും നമ്മുടെ മക്കളിലും എന്നേക്കും വസിക്കും എന്ന വാഗ്ദാനം മുറുകെ പിടിച്ച് നമുക്ക് വിശ്വാസത്തിൽ ഒരുമിച്ച് മുന്നേറാം. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് വിശുദ്ധമായ ഒരു ജീവിതത്തിനായി നമുക്ക് ഇപ്പോഴേ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.